ഇടുക്കി മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ റോഡുകൾക്കും സംരക്ഷണ ഭിത്തി കെട്ടുകൾക്കുമായി 16 കോടി 10 ലക്ഷം രൂപ അനുവദിച്ച് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. കൂടാതെ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് വരാൻ സൗകര്യപ്രദമായി മറ്റൊരു റോഡ് നിർമ്മിക്കാൻ 5 കോടി രൂപ അനുവദിക്കുന്നത് സംബന്ധിച്ച് ആലോചന നടക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യ രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. കോളേജിൻ്റെ ഇന്റേണൽ റോഡുകളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന കെട്ടുകൾ, വാളിൻ്റെ കെട്ടുകളെ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 16 കോടി 10 ലക്ഷം രൂപയോളം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. അതിൻ്റെ ഉത്തരവ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് മെഡിക്കൽ കോളേജിൻ്റെ പ്രാഥമികമായി ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ വലിയ മാറ്റങ്ങളൊക്കെ തുറന്നു കുറിക്കുക, അതാണ് കാണേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കെട്ടിട നിർമ്മാണങ്ങളോടൊപ്പം തന്നെ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കെട്ടിടങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുക, അതിനാവശ്യമായ റിട്ടേണിംഗ് വാളുകൾ ക്ലിയർ ആക്കുക, അത്തരത്തിലുള്ള വർക്കുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ 16 കോടി രൂപയിലധികം അനുവദിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ വീണ്ടും ബസ്സിൽ വരുന്ന യാത്രക്കാർക്ക് റോഡിലിറങ്ങാതെ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇന്റേണലായി തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരാനുള്ള റോഡും കൂടി തീർക്കാൻ 5 കോടി രൂപയും കൂടി അടിയന്തരമായി അനുവദിക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ആയി കഴിയുമ്പോൾ അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു നേട്ടമായി ഇടുക്കി മെഡിക്കൽ കോളേജിന് ആശ്വാസകരമായ സമയം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ്.